ഉം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറെ കാണാൻ പോകുമ്പോൾ അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളില്ല. അതെ, പോസ്റ്ററുകളും ഇല്ല. തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച. ശരിക്കും. എന്തിനേറെ പറയുന്നു, ഒരു രാഷ്ട്രീയവുമില്ല. ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിവിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ്. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ പഞ്ചായത്ത് തലങ്ങളിൽ ഈ പാർട്ടികളില്ലാത്ത രീതി എങ്ങനെ പ്രവർത്തിക്കുമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതെ. അപ്പോ ഭരണത്തിൽ പാർട്ടികളില്ലെങ്കിൽ പിന്നെ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അവിടെയാണ് ഈ വിദഗ്ധരുടെ കടന്നുവരവ്. ശരിയാണ്. അതായത് നമ്മൾ ഈ രേഖകളിൽ കാണുന്നതുപോലെ സമാനമായ വകുപ്പുകളെ ചേർത്ത് 12 ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുന്നു. ഇതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നയിക്കുന്നത് ഈ മേഖലയിൽ നല്ല പ്രായോഗിക പരിചയമുള്ളവരാണ്. പിന്നെ വാർഡുകളിൽ മത്സരിക്കാൻ 10ാം ക്ലാസ്, +2 അല്ലെങ്കിൽ ബിരുദം നിർബന്ധമാക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. കാര്യവിവരമുള്ളവർ ഭരണത്തിൽ വരണം എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം. ഇതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ നമ്മുടെ വീട് പണിയാൻ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുന്നത് പോലെ. പക്ഷെ എൻ്റെ ഒരു സംശയം എന്താണെന്നാൽ, സാധാരണക്കാരായ നിങ്ങളുടെയും എന്റെയും പ്രശ്നങ്ങൾ ഈ വലിയ ബിരുദമൊക്കെയുള്ള ആളുകൾക്ക് മനസ്സിലാകുമോ? ന്യായമായ സംശയമാണ്. അവിടെയാണ് ഈ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത. സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കു വേണ്ടി വാർഡുകളിൽ എല്ലാ മാസവും ഗ്രാമസഭകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓ, അപ്പൊ പ്രതിനിധികൾ നേരിട്ട് വന്ന് ജനങ്ങളെ കാണണം. അതെ. അല്ലാതെ എപ്പോഴും ഓഫീസിൽ AC ഇട്ടിരിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ചുവപ്പുനാടയാണല്ലോ. അതായത് ഇപ്പോ ദാരിദ്ര്യം, പാർപ്പിടം, ശൗചാലയം, പിന്നെ കിണറ്, കുടിവെള്ളം, കൃഷി, വൈദ്യുതി, ഇതിനൊക്കെ അപേക്ഷ കൊടുത്താൽ ഒരുപാട് സമയമെടുക്കും. ശരിയാണ്. മാസങ്ങൾ, ചിലപ്പോ വർഷങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വരും. അതെ. അപ്പോൾ ഈ പുതിയ സംവിധാനത്തില് ഇതെല്ലാം വേഗത്തിൽ നടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും അപേക്ഷ കൊടുത്താൽ പെട്ടെന്ന് നടപടിയാകുമോ? ഉദ്യോഗസ്ഥർ ഉടനടി ഫയലിൽ ഒപ്പിടുക എന്നതൊക്കെ പ്രാക്ടിക്കലാണോ? പഴയ രീതി വെച്ച് നോക്കുമ്പോൾ ഇത് അസാധ്യമാണെന്ന് തോന്നും. എന്നാൽ ഇവിടെ രീതികൾ ശരിക്കും മാറുകയാണ്. ഒരു അപേക്ഷ കിട്ടിയാൽ ഉദ്യോഗസ്ഥർ ഓഫീസിലിരുന്ന് തീരുമാനമെടുക്കുന്നതിന് പകരം ജനപ്രതിനിധി നേരിട്ട് ഫീൽഡിൽ വരും. ശരിക്കും? അപ്പോൾ നേരിട്ട് വന്ന് പരിശോധിക്കുമോ? അതെ. ഉദാഹരണത്തിന് ഇപ്പോ ഒരു കുടിവെള്ള പ്രശ്നമാണെങ്കിൽ അവിടെ നേരിട്ടെത്തി ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാ തെളിവുകളും രേഖകളും ശേഖരിക്കും. അത് വേഗം പരിഗണിച്ച് അവിടെ വെച്ച് തന്നെ ഫയലിൽ തീരുമാനമെടുക്കും. വാവ്, അത് വളരെ വേഗത്തിലുള്ളൊരു നടപടിയാണല്ലോ. തീർച്ചയായും. ഉടൻ തന്നെ അത് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യും. പിന്നെ നടപടികൾ സുതാര്യമാക്കാൻ ഇതെല്ലാം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഫോണിൽ തന്നെ ഇത് ട്രാക്ക് ചെയ്യാല്ലേ? നമ്മൾ കേട്ടിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇവിടെ വളരെ സ്വാഭാവികമായി നടക്കുന്നു. അതെ, ജനങ്ങൾ തന്നെ നേരിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന ഒരു രീതി. എല്ലാം കൊള്ളാം. എല്ലാം അതിവേഗം നടക്കുമെന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്. മനുഷ്യരല്ലേ? ഈ പ്രതിനിധികൾ അഴിമതി കാണിച്ചാലോ? അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിലോ? അവിടെയാണ് അധികാരത്തിന്റെ യഥാർത്ഥ താക്കോല് ജനങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്. ഇതൊരു സുപ്രധാനമായ കാര്യമാണ്. അപ്പോ 5 വർഷം തികയുന്നതുവരെ നമ്മൾ വോട്ടർമാർ വെറുതെ നോക്കി നിൽക്കേണ്ടി വരില്ലേ? ഒരിക്കലുമില്ല. ഒരു പ്രതിനിധി വികസന പദ്ധതികൾ പൂർത്തിയാക്കാതിരിക്കുകയോ അഴിമതി കാണിക്കുകയോ ചെയ്താൽ അവർക്കെതിരെ റൈറ്റ് ടു റീകോൾ, അതായത് തിരിച്ചു വിളിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഓ, അപ്പോ കാലാവധി തീരും മുൻപ് തന്നെ അവരെ പുറത്താക്കാം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആ വാർഡിലെ 60% വോട്ടർമാർക്ക് അവരെ പുറത്താക്കാം. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഡിജിറ്റലായി സുരക്ഷിതമായ ഒരു OTP വെരിഫിക്കേഷൻ വഴി വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ടും ചെയ്യാം. അതായത് അധികാരമെന്നത് 5 വർഷത്തേക്കുള്ള ഒരു കുത്തകയല്ല, ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാവുന്ന ഒരു ഉത്തരവാദിത്തം മാത്രമായി മാറുന്നു. അതെ, തികച്ചും അങ്ങനെ തന്നെ. പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ പൂർണ്ണമായും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ രീതി ഓരോ പൗരനെയും കൂടുതൽ ശാക്തീകരിക്കുന്നു. ശരിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യാതൊരു രാഷ്ട്രീയവുമില്ലാതെ ഫീൽഡ് നടപടികളിലൂടെ അതിവേഗം ഫയലുകളിൽ തീരുമാനമെടുക്കുന്ന ഒരു രീതി. അഴിമതി ഇല്ലാതാകുന്നു, സിസ്റ്റം വേഗത്തിലാകുന്നു. തീർച്ചയായും. ജനങ്ങളുടെ ആവശ്യങ്ങൾ എത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണത്.
അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കൊടികളില്ലാത്ത ലോകത്തേക്ക് ഒന്നുകൂടി മടങ്ങാം. ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഉം. നിങ്ങളുടെ വാർഡിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, അത് വഴിവിളക്കോ വെള്ളമോ എന്തുമാകട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ശുപാർശയില്ലാതെ, യാതൊരു അഴിമതിയുമില്ലാതെ, ഒരൊറ്റ ക്ലിക്കിൽ പരിഹാരം കാണാൻ കഴിയുന്നൊരു ഭരണ സംവിധാനം വന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതം എത്രത്തോളം മാറിയിട്ടുണ്ടാകും? പുതിയ അറിവുകളുമായി വീണ്ടും കാണാം.